പുരാതന തുറമുഖ നഗരമായ കൊല്ലത്തിന്റെ തലയെടുപ്പുള്ള ചരിത്രശേഷിപ്പാണ് തങ്കശ്ശേരി കോട്ട. നൂറ്റാണ്ടുകൾക്ക് മുൻപ് വിദേശ രാജ്യങ്ങളുമായി വ്യാപാരത്തിനും വൈദേശിക ആക്രമണത്തിനുമൊക്കെ സാക്ഷിയായ തങ്കശ്ശേരി കോട്ടയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇന്ന് അവശേഷിക്കുന്നത്. ഒരു റിപ്പോർട്ട് കാണാം. കുരുമുളക് വ്യാപാരത്തിനെത്തിയ പോർച്ചുഗീസുകാർ കൊല്ലം റാണിയുമായി ഉണ്ടാക്കിയ കരാറിന്റെ മറവിൽ പണ്ടകശാലയായാണ് കോട്ട നിർമ്മാണം ആരംഭിച്ചത്. 1519 സെപ്റ്റംബറിൽ നിർമ്മാണം പൂർത്തീകരിച്ച കോട്ട സാദോം കോട്ട എന്നാണ് അറിയപ്പെട്ടത്. അറബിക്കടലിന് അഭിമുഖമായി 30 അടി വരെ ഉയരത്തിൽ സ്ഥാപിച്ച കോട്ടയ്ക്ക് 100 ഏക്കറിലധികം വിസ്തൃതി ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. പോർച്ചുഗീസുകാരുടെ വന്നു കഴിഞ്ഞപ്പോഴേ അവർക്ക് ഒരു സുരക്ഷിതത്വം വലിയ പ്രശ്നമായി. അങ്ങനെ അവര് കൊല്ലം രാജാവിനെ റാണിയെ കണ്ടിട്ട് അവർക്ക് തങ്ങാനുള്ള ഒരു സ്ഥലം വേണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് തങ്കശ്ശേരി എന്ന് പറഞ്ഞ ഏരിയ വലിച്ചു കൊടുത്തത്. ഇവര് ചോദിച്ചത് അങ്ങനെയൊന്നുമല്ല, ഒരു പശുവിനെ കെട്ടാനുള്ള സ്ഥലം വേണമെന്നാ. പിന്നെ പോർച്ചുഗീസുകാർക്ക് ഇവിടെ ഒരു കോട്ട കെട്ടണമെന്ന് 1503 അൽഫോൻസോട്ടി ഫ്രാൻസിസ്കോട്ടി എന്ന് പറഞ്ഞ അയാള് കോട്ടയുടെ പ്ലാൻ തയ്യാറാക്കി. അത് ചെറിയ കോട്ടയായിരുന്നു, പിന്നെ അത് കെട്ടിപ്പൊക്കി. ചെങ്കല്ല്, കുമ്മായം ഉൾപ്പെടെ പ്രാദേശിക സാമഗ്രികൾ ഉപയോഗിച്ച് പോർച്ചുഗീസ് വാസ്തുശൈലിയിൽ നിർമ്മിച്ച കോട്ടയുടെ പ്രൗഢി ഇന്നും മങ്ങിയിട്ടില്ല. നിരീക്ഷണ ഗോപുരങ്ങൾ, ജയിലറകൾ, പീരങ്കിജാളികൾ, ആയുധപ്പുര, ചാപ്പൽ, പാഠശാല, ആശുപത്രി, കിണറുകൾ എന്നിവ ഉൾപ്പെട്ട കോട്ട ഒരു സമ്പൂർണ്ണ നഗരമായിരുന്നുവെന്ന് പറയാം. കപ്പലുകൾ അറ്റകുറ്റപ്പണി നടത്താനുള്ള സൗകര്യവും കോട്ടയിലുണ്ടായിരുന്നു. വ്യാപാരത്തിനും പടയോട്ടത്തിനുമൊക്കെ വേദിയായ തങ്കശ്ശേരി കോട്ട പുതുതലമുറയ്ക്ക് ചരിത്രത്തിലേക്കുള്ള വാതായനമാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വട്ടം വന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ ആക്ച്വലി കുറച്ച് സർപ്രൈസ്ഡ് ആയിരുന്നു. കാരണം ഇവിടെ കൊല്ലത്ത് താമസിച്ചൊരു ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉള്ളതായിട്ട് അറിയത്തില്ലായിരുന്നു. അപ്പം അതൊരു പുതിയൊരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിരുന്നു. അതും ഞാൻ ഹിസ്റ്ററി മെയിൻ എടുത്ത് പഠിച്ചതും കൂടി ആയതുകൊണ്ട് കണ്ടപ്പം കുറച്ച് എക്സൈറ്റ്മെന്റും ഇൻട്രസ്റ്റിംഗ് ഒക്കെ തോന്നി. ആ ഒരു പണ്ട് കാലത്ത് ആ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലൊക്കെ ഇവിടെ നല്ല രീതിക്ക് നമുക്ക് കുറെയൊക്കെ നാശമായി പോയിട്ടുണ്ടെങ്കിലും ആ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലൊക്കെ നമുക്ക് കുറെയൊക്കെ മനസ്സിലാക്കാനും കാണാനും ഒക്കെ പറ്റും. സെൽഫി എടുക്കാനും റീൽ ചെയ്യാനും വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിക്കുമൊക്കെ കോട്ട പശ്ചാത്തലമാക്കാനെത്തുന്നവർ കുറവല്ല. കോർപ്പറേഷൻ സംബന്ധിച്ച് കൊല്ലം ഒരു ചരിത്ര നഗരമാണ്. ആ ചരിത്ര നഗരത്തെ വരും തലമുറയ്ക്ക് പരിചയപ്പെടുത്തേണ്ടത് കൊല്ലത്തിന്റെ ആവശ്യമാണ്. അതെല്ലാം മനസ്സിൽ കൊണ്ടുകൊണ്ടാണ് ഞങ്ങളൊരു പുതിയ ഒരു പദ്ധതിയുമായിട്ടാണ് ഈ വർഷം DPC അംഗീകാരം വാങ്ങിയിട്ടുള്ളത്. നമ്മുടെ തങ്കശ്ശേരി ഡച്ച് കോട്ട സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മളവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് കൊല്ലത്തിന്റെ ചരിത്രം അത് പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ്. 1661 പോർച്ചുഗീസുകാരിൽ നിന്നും ഡച്ചുകാർ തങ്കശ്ശേരി കോട്ട പിടിച്ചെടുത്തു. 505 വർഷം പഴക്കമുള്ള തങ്കശ്ശേരി കോട്ടയുടെ അവശേഷിക്കുന്ന ഭാഗം നശിക്കാതെ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണ്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്ത് നിന്നും നീരജ് ലാൽ, ആശ്രാമം.